ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വലിയ ഇന്ത്യ മൊത്തവും ചർച്ച ചെയ്യുന്ന ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമ്മളൊക്കെ പണ്ട് കാലത്ത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, തവള പാണ്ടിലോറിയുടെ അരികെ കയറി മസിൽ പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അരികെ ഇന്ന് ബംഗ്ലാദേശ് നമ്മളോട് മസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ 3-4 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ പോലും വലിപ്പമില്ലാത്ത, ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലും സാമ്പത്തികമായിട്ടായാലും ആയുധപരത്തിലും ഒന്നും തന്നെ ഇല്ലാത്തൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. 1971 ഇന്ത്യയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തത്. ആ സമയത്തിന് മുമ്പ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് വീടുകളിൽ പാകിസ്ഥാൻ പട്ടാളം റേപ്പ് ചെയ്യുകയും ആൾക്കാർ നികൃഷ്ടമായ രീതിയിൽ അല്ലെങ്കിൽ നിഷ്ഠൂരമായ രീതിയിൽ വെടിവെച്ച് കൊല്ലുകയും ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സംവിധാനത്തിൽ നിന്നും അവർ കെയർലെസ് ആയിട്ട് കണ്ടിരുന്ന ഒരു മൂന്നാംകിട പൗരന്മാരായി കണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കഴിഞ്ഞ ഒരു ഭരണഘട്ടത്തിൽ കഴിഞ്ഞ ഒരു റീസെൻ്റ് വരെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി എന്ന് പറയുന്നത് ഷേഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയും അവരുടെ അധികാരത്തിലായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ പെട്ടെന്ന് അവിടെ ഒരു സ്റ്റുഡൻസിൻ്റെ വിപ്ലവം എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറേ തീവ്രവാദികൾ കയറി ആ രാജ്യത്തിൻ്റെ ഭരണത്തിനെ അട്ടിമറിക്കുകയും അവിടെ യൂനിസിനെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അവരുടെ ആൾക്കാർ പറയുന്നത് ഇന്ത്യയെ ചലഞ്ച് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് കുറേ സ്ഥലങ്ങൾ അങ്ങ് കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യ പോലെ ലോകരാഷ്ട്രങ്ങളിൽ അല്ലേ ടോപ്പ് എന്ന് പറയുമ്പോൾ 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന സാമ്പത്തികമായിട്ടും ആയുധശേഷിയിലും എല്ലാം ഉള്ള ഈ ഒരു രാജ്യത്തോടെ എന്തുകൊണ്ടാണ് ഒരു മുട്ടുസൂചിയുടെ വലിപ്പമുള്ള യാതൊരു വിധമായ ആയുധ പിൻബലവും അല്ലെങ്കിൽ സാമ്പത്തിക പിൻബലവും ഒന്നുമില്ലാത്ത, ഇന്നലെ 50,000 ടൺ അരിയാണ് നമ്മുടെ ഗവൺമെൻറ് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്, ഇത്രയൊക്കെ കാണിക്കുമ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്നതിനെപ്പറ്റി നമ്മളൊരു അന്വേഷണം നടത്തുകയാണ്. ഇത് ഓരോ പൗരനും ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ കഥ തുടങ്ങുന്നതെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, 1971 മുമ്പ് ഇന്ത്യ, അതായത് പാകിസ്ഥാൻ്റെ ഭാഗം തന്നെയായിരുന്നു ഈസ്റ്റേൺ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഈ ബംഗ്ലാദേശിലെ അവർക്ക് ഒരു മൂന്നാംകിട പൗരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബേസിക് അമ്യൂണിറ്റീസിന് വേണ്ടിയിട്ടോ ഒരു പൈസ പോലും പാകിസ്ഥാൻ മുടക്കുന്നുണ്ടാവുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാനിൽ, അതായത് ഈ ആൾക്കാർ അത്രയും മോശമായ രീതിയിലുള്ള ജീവിത നിലവാരത്തിനെ യാതൊരു വിധത്തിൽ ഉയരുകയോ അല്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ പ്രയോജനകരമായോ രാജ്യത്തിനെ ഉയർത്തുകയോ ചെയ്യുന്നതായ യാതൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുകയും അവിടുത്തെ പൗരന്മാരെ അവിടുത്തെ വീടുകളിൽ പട്ടാളം, അതായത് പാകിസ്ഥാൻ പട്ടാളം ലക്ഷക്കണക്കിന് വീടുകളിൽ കയറി റേപ്പ് ചെയ്ത് ആൾക്കാരെ അവരുടെ അടിമകളാക്കി നിർത്തിയിരുന്നതാണ്. 3-4 ദിവസം മുമ്പുള്ള പത്രത്തിൽ നിങ്ങൾ വായിച്ച് കാണും, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഒരാൾ പോലും ഒന്നും ആർക്ക് ബംഗ്ലാദേശിന് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അയാൾ വളരെ കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ട്രംപ് ഇന്ത്യയുടെ ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ചില അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം, പക്ഷേ അയാൾ വളരെ കൃത്യമായി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും അവർക്ക് ബംഗ്ലാദേശിന് ആരും ഒന്നും സഹായം ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ അവസ്ഥയിൽ കിടന്ന അവരുടെ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ളവരെ റേപ്പ് ചെയ്ത് ആ ഒരു രാജ്യത്തിനെ ഇല്ലായ്മ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ത്യ സംരക്ഷിച്ച് കൊണ്ടുവന്നൊരു രാജ്യമാക്കി അവർക്ക് വേണ്ടുന്ന സ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾക്കാർക്കാണ് ഇന്ന് പാകിസ്ഥാൻ പട്ടാളം ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് വന്ന് ഡൽഹിയിലുണ്ടവർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ത്യയെ അങ്ങനെ ചീറ്റ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു കുട്ടികൾ, അതായത് അവിടെ ഒരു കലാപം നടത്തിയിട്ടാണ് ഇവരുടെ ഈ അധികാരം ഇതിൽ വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതൊരു പ്രീ പ്ലാൻഡ് അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിരുന്നത്. നമുക്ക് പെട്ടെന്ന് ഈ കഥ മനസ്സിലാവത്തില്ലെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇതിനകത്ത് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു മാക്രി വന്ന് ഒരു പാണ്ടിലോറിയുടെ മുന്നിൽ കയറി മസിൽ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൾക്കാർ ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളിലും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന് തന്നെ ജെന്യൂനായിട്ടൊരു കാര്യമുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം പറയുന്നു സ്വതന്ത്ര രാഷ്ട്രങ്ങളാണ് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളിൽ 4 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന സ്വാതന്ത്ര്യം ശരിക്കുമുള്ളൂ. അതിലെ ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് USA, രണ്ടാമത്തേത് ചൈന, മൂന്നാമത്തേത് റഷ്യ, നാലാമത്തേത് ഇന്ത്യയാണ്. അതായത് അവരുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് കൃത്യമായ ഒരു ഫോറിൻ പോളിസി ഉള്ളത് ഇന്ത്യ, ഈ പറഞ്ഞ 4 രാജ്യങ്ങൾക്കേ ഉള്ളൂ. കാരണം അപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്താണ് ഈ ഫോറിൻ പോളിസി പ്രകാരം എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ മുഴുവനും US കൂടെ ആയിരിക്കും നിൽക്കുന്നത്.
അതേപോലെ തന്നെ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളുടെയും നിയന്ത്രിക്കുന്നത്. ഫ്രാൻസ് പോലെ പറയുന്നത് ഞങ്ങൾ വേറെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നെങ്കിൽ പോലും യൂറോപ്പ് നാറ്റോയ്ക്കടിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും ഓരോ രാജ്യങ്ങളുടെയും ഇപ്പോൾ US നിർത്തിയിരിക്കുന്നത്, നമ്മൾ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ ആവേശം കൊള്ളാറുണ്ട്. ഇസ്രായേൽ ഇതാണ് കണ്ടില്ലോ, അവിടെ ഇത് ചെയ്തു, ലെബനൻ അവിടെ ചെയ്തു, അവിടെ കയറി ആക്രമിച്ചു എന്നൊക്കെ പറയുന്നില്ലോ. ഇതൊന്നും ഇസ്രായേലിൻ്റെ കപ്പാസിറ്റി കൊണ്ടല്ല. ഇസ്രായേലിനെ ബാക്കപ്പ് ചെയ്യുന്നത് US ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേലിന് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ മാസ്റ്റർ എന്താ പറയുന്നത് തലതൊട്ടപ്പന്മാരുണ്ട്. ഈ പറയുന്ന 4 രാജ്യങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന 4 നമുക്കുമുണ്ട് ഇതുപോലെ കുറേ രാജ്യങ്ങളുണ്ട്. ഭൂട്ടാൻ നമ്മുടെ ഏറ്റവും അടുത്തുള്ള, നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ കേട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ രാജ്യങ്ങളെ നമ്മളും അതുപോലെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ 4 രാജ്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി രാജ്യങ്ങളെല്ലാം ഓരോ ഇസത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ കഥയുടെ രണ്ടാമത്തെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ പറയുന്ന ക്രിമികളെല്ലാം കൂടെ ചേർന്നാണ് നമ്മളോട് പറയുന്നത് ഞങ്ങളിപ്പോൾ ശരിയാക്കി കളയെന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശ്രീലങ്കയിൽ നമ്മളോട് നേരത്തെ ശ്രീലങ്കയുമായിട്ട് നമുക്കൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ രാജ്യം, സൗത്ത് ഇന്ത്യയുടെ ഭാഗമേ കാണത്തുള്ളൂ. അവരെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനയുടെ സപ്പോർട്ടായിരുന്നു. ചൈന എന്തുകൊണ്ട് അവർക്ക് ഇത്രയും ഫണ്ട് മുടക്കി? ഇപ്പോൾ ചൈനയുടെ ചീറ്റിംഗ് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ചൈന എന്തുകൊണ്ട് ആ ഫണ്ട് മുടക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹമ്പൻതോട്ട തുറമുഖം അവർ ലീസിനെടുത്തു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും നേരിട്ട് ഇന്ത്യയിലേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം അത് ഹിമാലയം എന്ന് പറയുന്നൊരു വലിയൊരു ബാരിയർ റോഡ് ഉണ്ടായതുകൊണ്ട് അവർക്കത് വഴി കയറാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഖം തൊടാൻ ഇങ്ങനെ കറങ്ങി വരണം എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു സംവിധാനം ആയതുകൊണ്ടാണ് അവർ ഹമ്പൻതോട്ട തുറമുഖം ഇന്ത്യയുടെ സൗത്തേൺ കോർണറിൽ ഒരു പിടിമുറക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബില്യൺ കണക്കിന് ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതും ആ തുറമുഖത്തിനെ ലീസ് ചെയ്തിരുന്നതും. ഇതുപോലെ തന്നെ ഇപ്പോൾ പറയപ്പെടുന്നത് ഷെയ്ഖ് ഹസീന ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് US-ൻ്റെ, ഞാനതിനെപ്പറ്റി ആധികാരികമായി ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല, അതിനെപ്പറ്റി ഷെയ്ഖ് ഹസീന പറയുന്നത് US ആവശ്യപ്പെട്ടിരുന്നു അവർക്കൊരു ബേസ് ഉണ്ടായിരിക്കണമെന്ന്. കാരണം ഇപ്പോൾ ഖത്തറിൽ ഏഷ്യൻ റീജിയനിൽ അല്ലെന്നുണ്ടെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളുടെ നടുക്ക് ഒരു ബേസ് അവർക്കുണ്ട്. ഖത്തറിൽ അവർക്കൊരു ബേസ് ഉണ്ട്. അപ്പോൾ ആ ഖത്തറിലെ ബേസ് കൊണ്ട് അവർക്ക് മുഴുവൻ ആൾക്കാരെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സംവിധാനത്തിന് ഈ ഏഷ്യൻ റീജിയണിൽ അവരൊരു സ്ഥലം അന്വേഷിച്ചിരുന്നു. ആരോട്? ബംഗ്ലാദേശിനോട് ചോദിച്ചിരുന്നു. ആ ബംഗ്ലാദേശിൽ അന്ന് ആരായിരുന്നത്? ഷെയ്ഖ് ഹസീനയായിരുന്നത്. അപ്പോൾ അവർക്ക് തറയെ ചവിട്ടാനൊരു സ്ഥലം കൊടുത്തില്ല. അപ്പോൾ ആൾക്കാർ പറയുന്ന കോൺസ്പിറസി തിയറി ആണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഇൻ്റർനാഷണൽ മീഡിയാസ് പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ പോലും അടക്കം പറയുന്നത് ഇത് US-ൻ്റെ ഒരു ഡീപ് സ്റ്റേറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുന്നില്ല, എനിക്കറിയത്തില്ല. പക്ഷേ മേ ബി അതായിരിക്കാം, അല്ലായിരിക്കാം. അതാണെങ്കിൽ ഈ പറയുന്നത് നമ്മൾ മുമ്പ് ആൾക്കാർ പറയുന്ന എല്ലാ ആരോപണങ്ങൾക്കും കുറേ അടിസ്ഥാനമല്ലേ എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നും. ഇതുപോലെ ഓരോ രാജ്യങ്ങളെയും ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും കിടക്കുന്ന കൊച്ചു മൂട്ട കടിച്ചിട്ട് നമ്മളെ പറയുവാണ് നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് രാവിലെ മൂട്ട എണ്ണീറ്റ് പറയുന്നത് പോലെ ഈ പറയുന്ന തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഭൂട്ടാനല്ല ഇപ്പോൾ നേപ്പാളാട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ചെറുകിട രാജ്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പിൻബലം കൊണ്ടാണ്. പിൻബലം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ റഷ്യയുമായിട്ട് ഇന്ന് ഉക്രൈനാണ് അടികൂടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഉക്രൈനിൽ സെലൻസ്കി എന്ന് പറയുന്നതാണ്, സെലൻസ്കി ഓടി രക്ഷപ്പെട്ടവനെ. എന്തുകൊണ്ടാണ്? നാറ്റോയുടെ പിൻബലമുണ്ട്. അതുകൊണ്ടാണ് 1 വർഷമായിട്ട് ഇവിടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. റഷ്യ ലോകത്തെ എനിക്ക് തോന്നുന്നു അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ ആയുധത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഇന്ത്യയുടെ ഒരു 10 ഇരട്ടിയെങ്കിലും ആയുധത്തിൻ്റെ കാര്യത്തിലും ബാക്കി കാര്യങ്ങളിലെല്ലാം സപ്പോർട്ടുള്ള ഒരു രാജ്യത്തിന് അവരെ പോലും ചലഞ്ച് ചെയ്യാൻ ഒരു ചെറിയ എന്ന് പറയുന്നത് ഒരു മുട്ടസൂചിയുടെ അത്രയുള്ള ഉക്രൈൻ അതിനെ കയറി അവരെ ചലഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടുന്ന ബാക്കപ്പ് കൊണ്ടാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്നത് പാകിസ്ഥാൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ചൈന അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ഇന്ത്യ എമർജ് ചെയ്ത് വരുന്നതിന്, നമ്മുടെ രാജ്യം വളർന്നു വരുന്നതിനും കോമ്പറ്റീറ്റേഴ്സിനെ ഉണ്ടാക്കുന്നതിന് നമ്മളോട് മത്സരിക്കുന്ന 1ാം കിട രാജ്യങ്ങളിൽ നമ്മുടെ 10 ഇരട്ടി ആയുധബലത്തിൽ കൂടുതലുണ്ട് US-ന്, നമ്മുടെ 5 ഇരട്ടി കൂടുതലുണ്ട് റഷ്യയ്ക്ക്, നമ്മുടെ 3 ഇരട്ടി കൂടുതലുണ്ട് ചൈനയ്ക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച, നമ്മുടെ ആയുധപരമായിട്ടുള്ള വളർച്ച, നമ്മുടെ ടെക്നോളജിക്കലിലുള്ള വളർച്ച, ഈ കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടും പണ്ടുള്ള നമ്മുടെ നാട്ടിൻപുറത്തുള്ള കൊതിക്കറു എന്ന് പറയുന്നതുപോലെ, അസൂയ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ വേറെ അടുത്ത് മടന്നു വരരുത് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ നിലവാരത്തിലുമുണ്ട്.
സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ബാക്കപ്പ് സപ്പോർട്ടിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഇപ്പോൾ ചൈനയാണ് നേപ്പാളിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ശ്രീലങ്കയ്ക്ക് US-ഉം ചൈനയും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാലദ്വീപിന് ചൈന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, പാകിസ്ഥാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിന് പാകിസ്ഥാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമ്മളെ കൗണ്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ ഇത് ചെയ്യുന്നില്ലേ എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്, ഇൻ്റർനാഷണൽ മീഡിയാസ് പറയുന്നത് നമ്മൾ ഇതേ ടെക്നിക്ക് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതേ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇൻ്റർനാഷണൽ മീഡിയ പറയുന്നത്. കാരണം ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ടെക്നോളജി ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യത്തിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെയൊക്കെ, അതായത് ഏകദേശം 4 സ്റ്റേറ്റുകൾ, മറ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അവരുടെ, അതായത് ഇവരുടെ ഭാഗമാക്കി മാറ്റണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഇതിനെ ഞാൻ ഏതോ ഒരു ചാനലിൽ കണ്ടായിരുന്നു. ആ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ചെങ്കോല് അല്ലേ, ചെങ്കോലല്ലേ, കിരീടമാണ് ചെങ്കോല്, മോഹൻലാൽ ജയിലിൽ പോയിട്ട് വരുന്നേ. അപ്പോൾ ചെങ്കോല്, അപ്പോൾ ആ ചെങ്കോൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പോയി ഒരു വലിയ ഗുണ്ടയെ തല്ലിക്കൊന്നു. അതിനുശേഷം വരുമ്പോൾ മോഹൻലാൽ ഒരു വലിയ സംവിധാനമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നലെ വരെ മുണ്ട് അഴിച്ചിട്ട് ഇങ്ങനെ നടന്നിരുന്ന കൊച്ചിൻ ഹനീഫ എന്ത് ചെയ്തു? പെട്ടെന്ന് കയറി വഴി കാണുന്നവരോടെല്ലാം കയറി മുട്ടുവാണ്. അപ്പോൾ അത് കൊച്ചിൻ ഹനീഫയുടെ വോളിയം കൊണ്ടല്ല, ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ ആ ഗുണ്ടയുടെ വലിപ്പം കണ്ടുകൊണ്ടാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും അവരോടൊന്നും സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ലെന്നേ. ഇപ്പോൾ ചൈനയ്ക്ക് ശ്രീലങ്ക നന്നായാലെന്തോ നശിച്ചാലെന്തോ, ലോകത്ത് എവിടെയൊക്കെ ഫണ്ട് കൊടുത്തിട്ടുണ്ടോ ആ എല്ലാ തുറമുഖങ്ങളും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിലും ചൈന അവസാനം അത് പിടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല, അത് ഇന്ത്യ ഡെവലപ്പായി വരുമ്പോൾ ഇന്ത്യയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ ഈ മുമ്പ് നമ്മൾ പറഞ്ഞ മാത്രമേ ഉള്ളൂ, കൊച്ചിൻ ഹനീഫ വന്നിട്ട് ബഹളം വെക്കുന്നത്. കാരണം എന്തോ, പിന്നിൽ നിൽക്കുന്ന ആളുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് അയാൾ ശക്തനാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇനി നമുക്കതിനെപ്പറ്റി സൊല്യൂഷനെ പറ്റി ചിന്തിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കൊന്നും ഒരു സൊല്യൂഷനെ പറ്റി ചിന്തിക്കാവുന്ന ഒരു സംവിധാനമല്ല. കാരണം ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക്, അല്ലെ നമ്മൾ പൗരർ എന്ന നിലയ്ക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉള്ളതെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നമ്മൾ ഡെവലപ്പ് ആവുക എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് ഡെവലപ്പ് ഉണ്ടാകുന്നതിന് പകരം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ജാതി, മതം, വർഗ വിവേചനങ്ങൾ, അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമ്മൾ പോകുന്നത്. നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തുട്ടുണ്ടാവണം. കയ്യിൽ കാശുള്ളവനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. ഇന്ത്യ മോശമാണെന്നൊന്നും പറയുന്നില്ല, അതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഓരോ ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്കും നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇടയിൽ ആവശ്യത്തിന് പൈസയുണ്ട്, ആവശ്യത്തിന് ഒരുപാടല്ല, അത്യാവശ്യത്തിന് പൈസയുണ്ട്. ഇന്ത്യയുടെ ടെക്നോളജികൾ വളരെ വലുതാണ്. ഇന്ത്യക്ക് നല്ലൊരു റെപ്യൂട്ടേഷനുണ്ട്. ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ഇതിനെയൊക്കെ നമുക്ക് കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെയോ ഒന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊരു 4-5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 5-10 വർഷത്തിനുള്ളിൽ ഇന്ത്യക്കും ഒരു സാമ്പത്തികമായിട്ട് ഈ പറയുന്ന US-നെ പോലെ അല്ലെങ്കിൽ ചൈനയെ പോലെ അല്ലെങ്കിൽ റഷ്യയെ പോലെ ഒരു സംവിധാനം എത്തുന്നത് വരെ ഇതുപോലെ ചെറിയ ചെറിയ ക്രിമികൾ അവിടെ ഇവിടെയൊക്കെ കടിക്കും. അപ്പോൾ നമ്മളിതിനെപ്പറ്റി പറഞ്ഞിട്ട് രോഷം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മളെ പെട്ടെന്ന് ചാടി, ഇപ്പം ഞാനതിൻ്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്ക പോലെ ലോകത്തെ നമ്പർ 1, ലോകത്തെ മുഴുവനും കിടുകിട വിറപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോകത്തിനെ വിരൽ മുനയിൽ നിർത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തിനെ ചലഞ്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആര് ചലഞ്ച് ചെയ്യുന്നത്? നമ്മുടെ കിം അണ്ണൻ. അപ്പോൾ കിം അണ്ണൻ അങ്ങനെ നോർത്ത് കൊറിയ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അവരുടെ കയ്യിൽ അതിനുള്ള സംവിധാനം ഉണ്ടെന്നേ. കാരണം ഇവൻ എടുത്ത് വെച്ച് ഒന്നാമതേ വട്ട ഈ സാധനം എവിടെ വെച്ചാൽ പൊട്ടിക്കുന്നത് അവരെ തന്നെ അറിയാൻ വയ്യ, ഇമാതിരിയുള്ളൊരു സാധനം ആയതുകൊണ്ട്. അപ്പോൾ ആയുധത്തിനോടുള്ള പേടി, പണത്തിനോടുള്ള റെസ്പെക്റ്റ് ഇതുണ്ടാവത്തിടത്തോളം കാലം നമുക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് ഓരോരുത്തർക്കും അതിനായിട്ട് ഇന്ത്യയുടെ ഗ്രോത്തിന് വേണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കുറച്ചൊക്കെ ഡൗട്ട് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു.